ഞാൻ +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ. അപ്പോൾ എനിക്ക് ഒരു മോളുണ്ടായപ്പോൾ നമ്മുടെ പോലത്തെ ഒരു ലൈഫ് അല്ലല്ലോ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്. ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടാണ് എന്നിലെ കഴിവിനെ പുറത്തെടുത്തിട്ടാണ് ഞാൻ നന്നായി പാചകം ചെയ്യും, അതൊന്ന് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് തുടങ്ങിയത്. 500 രൂപയിൽ ഞാൻ തുടങ്ങിയ സംരംഭമാണ്. ഇന്നിപ്പോൾ 3 ലക്ഷം വരെ വിറ്റുവരവ് മാസം ഉള്ളൊരു സംരംഭമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കൂടെ നിന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ആഡ് ഓൺ ചെയ്തിട്ട് കാന്താരീസ് നിങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഒരടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ മുതൽ എല്ലാ കറി പൗഡേഴ്സും എല്ലാവിധ മസാലക്കൂട്ടുകളുമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് പിന്നെ എത്തുകയാണ്. അപ്പോൾ നമ്മളെ മുമ്പ് ചേർത്ത് പിടിച്ച പോലെ ഇനിയും ചേർത്ത് പിടിക്കുക. അപ്പം മനീഷേച്ചി 500 രൂപയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മുടെ അച്ചാറുകൾ സംഭവങ്ങൾ. അപ്പം അതിപ്പോ എന്താ പറയാ 50 തരം വെറൈറ്റി അച്ചാറുകളിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിനുശേഷം ചേച്ചി ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മസാലകളും അതേപോലെ തന്നെ വെളിച്ചെണ്ണ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മെഷീൻ ഹബ്ബിൽ നിന്നാണ് മെഷീൻസ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് തരം മെഷീൻസ് നമ്മുടെ അടുത്ത് ചേച്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്ന് ഇനി കാന്താരീസിന്റെ അടുത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഇനി ഇറങ്ങാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് പ്രൊഡക്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും മെഷീൻസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രയർ ആയാലും ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള പൾവറൈസറുകൾ, റോസ്റ്റർ മെഷീൻസ്, അല്ല ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എണ്ണ ആട്ടുന്ന മെഷീനോ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനോ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്.